അതിനിർണായകമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിനുള്ള സമയം പൂർത്തിയായി. 73.26% എന്ന അവസാനത്തെ കണക്ക്. കനത്ത മഴയിലും നേരത്തെ വോട്ടർമാർ ബൂത്തുകളിൽ എത്തി. വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദാണ് ചേരുന്നത്. ആസിഫ്, വളരെ നീറ്റായി തന്നെ ഇന്ന് പോളിംഗ് അവസാനിച്ചിരിക്കുകയാണ്. 73.26% എന്ന് പറയുമ്പോൾ ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ്. ഇന്ന് മഴയായിട്ട് കൂടി വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇന്നത്തെ പോളിംഗ് അവിടെ പുരോഗമിച്ചത്? കണക്കുകൾ കൂട്ടിക്കിഴിക്കുമ്പോൾ മുന്നണികളുടെ പ്രതീക്ഷ ഏത് രീതിയിലാണ്? തീർച്ചയായും എന്തായാലും മികച്ച പോളിംഗിന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള അത്രയും പോളിംഗ് ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച പോളിംഗ് ആയിട്ട് തന്നെ നമുക്കിതിനെ വിലയിരുത്താൻ കഴിയും. കാരണം വളരെ കുറഞ്ഞ മാസങ്ങൾ മാത്രമുള്ളത് കൊണ്ട് തന്നെ പൊതുവെ ആളുകൾ വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പാണ് എങ്കിൽ പോലും ആളുകൾ പൊതുവെ അതിലൂടെ വിമുഖത കാട്ടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ വളരെ മികച്ച ഒരു പോളിംഗ് ആണ്. 24% അടുത്ത പോളിംഗ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പോളിംഗ് ഉയർന്നു നിൽക്കുന്നത് മുന്നണികൾക്ക് പ്രതീക്ഷകൾ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. UDF ഇക്കാര്യത്തിൽ വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത്. UDF നേതാക്കൾ സംസാരിക്കുമ്പോൾ തങ്ങൾ നേരത്തെ കണക്ക് കൂട്ടിയതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. 15,000-ന് മുകളിലേക്കുള്ള ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. UDFന്റെ എല്ലാ സംവിധാനങ്ങളും അടിമുടി വർക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ മുന്നണി സംവിധാനം ഇത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിച്ച ഒരു കാലഘട്ടം ഇല്ല എന്ന് പോലും ആര്യാടൻ ഷൗക്കത്ത് ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ മണ്ഡലത്തിൽ UDFന്റെ വോട്ടുകളിലൊന്നും വിള്ളൽ വന്നിട്ടില്ല എന്നുള്ള വലിയ ആത്മവിശ്വാസം UDF ക്യാമ്പ് പങ്കുവെക്കുന്നു. എന്നാൽ LDF ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് തങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ്, തങ്ങളുടെ MLA മാറി പുറത്തേക്ക് പോയി വിവാദമുണ്ടായാണ് ഈ തെരഞ്ഞെടുപ്പ് അടക്കം ഉണ്ടായത്. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുന്നോട്ട് വെച്ച വികസന പദ്ധതികൾ അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പാണ്. മാത്രമല്ല UDF ഇതുമായി ബന്ധപ്പെട്ട് പിന്തുണ സ്വീകരിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ച ഉയർത്തിക്കൊണ്ടുവരാൻ, ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ച അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ച ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ചർച്ചകളടക്കം ഞങ്ങൾക്ക് ഗുണമാവുകയും കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും. മാത്രമല്ല M സ്വരാജ് എന്ന സ്ഥാനാർത്ഥിക്ക് വ്യക്തിപരമായി പോലും മണ്ഡലത്തിൽ വലിയ രീതിയിൽ സ്വാധീനം യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയുള്ള നിരവധി ഘടകങ്ങൾ ഒത്തുവരുന്നതോടുകൂടി 10,000-ൽ കുറയാത്ത ഒരു ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറാൻ കഴിയും. അതിന് അൻവർ ഫാക്ടർ കൂടി വർക്ക് ചെയ്യുമെന്ന് ഇരു മുന്നണികളും കണക്ക് കൂട്ടുന്നുണ്ട്. രണ്ട് മുന്നണികളും തങ്ങളുടെ വോട്ടിനപ്പുറത്തേക്ക് തങ്ങളുടെ വോട്ട് പിടിച്ചാൽ പോലും വളരെ കുറഞ്ഞ ശതമാനം വോട്ടേ പിടിക്കുകയുള്ളൂ, മറിച്ച് എതിർ സ്ഥാനാർത്ഥിയുടെ വോട്ടായിരിക്കും അൻവർ പിടിക്കുക എന്നൊരു കണക്കുകൂട്ടലിലാണ് ഉള്ളത്. അൻവറിനെ സംബന്ധിച്ചോളം ഏറ്റവും ഒടുവിൽ അൻവർ വിജയിക്കുമെന്നൊക്കെ അൻവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ഒരു 15,000-ന് മുകളിലേക്കുള്ള വോട്ട് അൻവർ നേടാനുള്ള സാധ്യതയുണ്ട് എന്ന ഇരു മുന്നണികളും കണക്ക് കൂട്ടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ കഴിയുന്ന ഒരു മികച്ച പോളിംഗ് ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇതിന്റെ ഫലം ആണ്, അതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. 23-ന് എന്താകും റിസൾട്ട് എന്നുള്ളതിന്റെ ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് മുന്നണികൾ എല്ലാവരും.